യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്തൊക്കെ പാതിരാത്രി ആവുമായിരുന്നു കേട്ടോ കുളിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിലെ പണിയും കാര്യങ്ങളൊന്നും ഒരിക്കലും മുടക്കാൻ പറ്റില്ല. വീഡിയോ ഇടുന്നതും മുടക്കാൻ പറ്റില്ല. പിന്നെ മാറ്റം വരുത്താൻ പറ്റുന്ന നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ താമസിപ്പിക്കുക എന്നുള്ളത് മാത്രമുള്ളായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ശരിക്കും രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ തലയിൽ എണ്ണയൊക്കെ വെച്ച് എന്നിട്ട് പൂരിക്ക് മാവ് കുഴച്ച് വെച്ചിട്ട് പോകാം, കുളിച്ചിട്ട് വന്നിട്ട് പൂരിയൊക്കെ ഉണ്ടാക്കുക, അടുക്കളയിലെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠയോടെ നടക്കണമെങ്കിൽ നല്ലൊരു കഷ്ടപ്പാടുണ്ട് കേട്ടോ. കാരണം നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. നമ്മുടെ സമയമായാലും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളായാലൊക്കെ കേട്ടോ. പിന്നെ സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും മടി പിടിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളി കഴിയുകയാണെങ്കിൽ വലിയൊരു പണി കഴിഞ്ഞ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് രാവിലെ കുളിക്കാതെ അങ്ങ് പണി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും രാത്രിയാവും കുളിക്കാനായിട്ടിട്ടോ. അപ്പം അങ്ങനെ മസാല ഉണ്ടാക്കാനുള്ള സവാളയും കിഴങ്ങൊക്കെ എടുത്തു. അപ്പോഴാണ് ഇന്നലെ മീൻ കൊണ്ടുവന്നതും പാല് പൊട്ടിച്ചതിൻ്റെയൊക്കെ കവറൊക്കെ കഴുകി പൈപ്പിൻ്റെ അവിടെ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ടായി വെള്ളം പോകാനായിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ബക്കറ്റിലോട്ട് ഇട്ടു കേട്ടോ. പിന്നെ ഡ്രൈ ആയിട്ടുള്ള കവറുകളൊക്കെ വേറെ ഇടും. അപ്പോൾ പിന്നെ മുനിസിപ്പാലിറ്റിക്കാർക്ക് വരുമ്പോൾ കൊടുക്കാനൊക്കെ നമുക്കും എളുപ്പമാണ് അവർക്കും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ മസാലയ്ക്കുള്ള സവാളയും ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞു ഇറക്കിയെടുത്ത് ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തു. പിന്നെ കാന്താരി മുളക് അകട്ട ചേർക്കാറ്. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തതിന് ശേഷം കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ പെരുംജീരകം ഇട്ട് കൊടുക്കും കേട്ടോ. പെരുംജീരകം ഇടുമ്പോൾ നമുക്ക് ഹോട്ടലിലൊക്കെ വാങ്ങണ മസാലയുടെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ എല്ലാ കൂട്ടും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഒന്ന് വാട്ടി ഒന്ന് എടുക്കും കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ ഇടയിൽ ഞാൻ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അത് പക്ഷേ നമ്മുടെ കിഴങ്ങൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തുറന്ന് കഴിയുമ്പോഴാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പൂരിയുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഉരുട്ടിപ്പറക്കിയൊക്കെ എടുക്കുന്നതുകൊണ്ട് ഉണ്ടയ്ക്ക് വലിയ ഷേപ്പൊന്നുമില്ല, അതുകൊണ്ട് പൂരിക്ക് ഷേപ്പ് ഉണ്ടാവില്ല കേട്ടോ. അതേസമയം നമ്മളിങ്ങനെ എണ്ണയൊക്കെ പുരട്ടി കുറച്ച് നേരം വച്ചിട്ട് ഒന്നോടെ ഉരുട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പുള്ള വട്ടത്തിലുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്കപ്പോൾ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കിയില്ല കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോസിൽ ഡെയിലി റൊട്ടീൻസ് കൃത്യനിഷ്ഠയോടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വെളുപ്പിന് കുളിക്കുക, വെളുപ്പിന് എണീറ്റ് നടക്കുക, കൃത്യമായിട്ടുള്ള വെള്ളം കുടിക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മളെപ്പോഴും അതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് നമ്മളെന്നും ഇങ്ങനെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. പല സമയത്തും താളം തെറ്റി പോവാറുണ്ട്, തുടർച്ചയായിട്ട് മുടങ്ങിയിട്ടുള്ള ദിവസങ്ങളുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഇതൊരാഗ്രഹം ആയതുകൊണ്ട് അതിങ്ങനെ കൃത്യനിഷ്ഠയോടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നിരന്നിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഈ ഒരു സമയമാണ് ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് വർത്താനം പറഞ്ഞൊക്കെ ഒന്ന് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ബാക്കി വന്ന ഉണ്ടയൊക്കെ കണ്ടോ, ഒന്ന് കുറച്ച് നേരം ഇരുന്നപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇത് രാത്രി പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ.